നമസ്കാരം. എല്ലാ മലയാള മാസത്തിലെയും ഏകാദശി, ചിങ്ങത്തിലെ അഷ്ടമി രോഹിണി, ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച, 30 വ്യാഴാഴ്ചകൾ എന്നീ ദിനങ്ങൾ ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും സവിശേഷമായ ദിവസങ്ങൾ തന്നെയാകുന്നു. ഈ ദിവസങ്ങളിൽ നാമജപത്തോടെ ഭഗവാനെ നിങ്ങൾ ഭജിക്കുന്നത് ഇരട്ടി ഫലദായകമാണ് എന്നാണ് വിശ്വാസം. ഇതിൽ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച കുചേല ദിനമായാണ് ആചരിക്കുന്നതും. നാളെ ഡിസംബർ 17 കുചേല ദിനം. ഓരോ ശ്രീകൃഷ്ണ ഭക്തരും ഭഗവാനിൽ സ്വയം സമർപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാകുന്നു. വീടുകളിൽ നിന്നും ശുദ്ധിയോടെ ഒരു പൊതി അവിലുമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എത്തി ആ തിരുനടയിൽ അവിൽപ്പൊതി സമർപ്പിക്കുകയാണ് എങ്കിൽ ഭഗവാൻ നമുക്ക് സർവ്വതും നൽകും എന്നാണ് പറയുക. നാം ചിന്തിക്കുന്നതിലും അപ്പുറം സൗഭാഗ്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുക. ചില കാര്യങ്ങൾ നാം ഏവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേക്കുറിച്ചും ക്ഷേത്രത്തിൽ ഇനി അഥവാ പോകുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ അവർ ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചും എങ്ങനെ വീട്ടിൽ തന്നെ അവിൽ സമർപ്പണം ചെയ്യാം, ഇതേക്കുറിച്ചും വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ വന്ദിക്കുക. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തൂ. ആദ്യം എപ്രകാരമാണ് അവിൽ സമർപ്പണം എന്ന് മനസ്സിലാക്കാം. അവിൽ ശുദ്ധിയോടെ തലേന്ന് തന്നെ വാങ്ങിച്ച് നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കേണ്ടതായിട്ടുണ്ട്. പുതിയ തുണി അല്ലെങ്കിൽ ശുദ്ധിയുള്ള തുണിയിൽ ഈ അവിൽ വച്ച് കെട്ടണം. മഞ്ഞ അല്ലെങ്കിൽ വെള്ള തുണിയിലാണ് ഇപ്രകാരം നിങ്ങൾ കിഴികെട്ടേണ്ടത്. താഴെ വയ്ക്കരുത് എന്ന കാര്യവും ഓർക്കുക. ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് വരെ ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവിൽ, ശർക്കര, മുന്തിരി, പഴം, കൽക്കണ്ടം എന്നിവ ചേർത്തും നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതുമാണ്. ഒരു പിടി നാണയം കൂടി അത് സെപ്പറേറ്റായി നിങ്ങൾക്ക് സമർപ്പിക്കാം. എന്തെങ്കിലും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ആ തെറ്റുകൾ എല്ലാം ഇല്ലാതാകുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഒരു തുളസിയില കൂടി സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇപ്രകാരം ചെയ്താൽ മാത്രമേ പൂർണ്ണത കൈവരിക്കുവാൻ സാധിക്കൂ എന്നതാണ്. ഗുരുവായൂരിലും തിരുനാവായിലും വളരെ വിശേഷം തന്നെയാണ്. കുചേല ദിനത്തിൽ ഗുരുവായൂരിലെ വിശേഷപ്പെട്ട വഴിപാടാണ് അവിൽ നിവേദ്യം. അവിൽ, നാളികേരം, ശർക്കര, നെയ്, ചുക്ക്, ജീരകം എന്നിവ ചേർത്താണ് നിവേദ്യം തയ്യാറാക്കുക. കുചേല ദിനത്തിൽ പന്തീരടി പൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നിവയ്ക്ക് അവിൽ നിവേദിക്കും എന്ന പ്രത്യേകതയുമുണ്ട്. ദാരിദ്ര്യം മാറുന്നതിനായി ഭക്തന്മാർ അവിലുമായി ഗുരുവായൂരപ്പനെ ദർശിച്ച് അനുഗ്രഹം നേടാറുമുണ്ട്. കുചേല ദിനത്തിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കുചേലവൃത്തം കഥകളിയും വഴിപാടായി ഭക്തർ നടത്തുക പതിവുണ്ട്. കുടുംബത്തിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായും കുചേല ദിനത്തിൽ അവിൽ സമർപ്പണം നടത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രം തന്നെയാണ്. മഹാവിഷ്ണു പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്നത് പോലും മഹാഭാഗ്യമാണ് എന്ന കാര്യവും ഓർക്കണം. വീടുകളിൽ ഏവർക്കും ഇപ്രകാരം അതായത് ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കണം എന്നില്ല. ഇനി വീടുകളിൽ ചെയ്യേണ്ടതായ അല്ലെങ്കിൽ വീടുകളിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ സാധിച്ചില്ല എങ്കിലും എപ്രകാരം സമർപ്പിക്കണം എന്നും അറിയാം. ഏവർക്കും ക്ഷേത്ര ദർശനം സാധ്യമാകണം എന്നില്ല. ചിലർക്ക് ജീവിത സാഹചര്യം അപ്രകാരമായിരിക്കാം.
അതിനാൽ തന്നെ വീടുകളിൽ രാവിലെ 8 മുൻപായി തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. രാവിലെ 8 മണിക്ക് മുൻപായി തന്നെ ശ്രീകൃഷ്ണ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുൻപായി നെയ്വിളക്ക് നിങ്ങൾ തെളിയിക്കണം. നെയ്വിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് 5 തിരിയിട്ട ഭദ്രദീപമായിരിക്കണം എന്നുള്ളതാണ്. ശേഷം ഭഗവാനെ നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ച്, മനസ്സിൽ സ്മരിച്ച്, അവിൽ നാം തന്നെയാകുന്നു, നമ്മുടെ ഭക്തിയാണ് എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന് ഓം കൃഷ്ണായ നമ എന്ന്, ഓം ക്ലീം കൃഷ്ണായ നമ എന്നും 3 തവണ പറഞ്ഞുകൊണ്ട് ഭഗവാന് ഈ അവിൽ നിങ്ങൾ സമർപ്പിക്കുക. ശ്രീകൃഷ്ണ ഭഗവാന്റെ മൂലമന്ത്രം തന്നെയാണ് ഇത്. അതിനാൽ അതിവിശേഷപ്പെട്ടതായ ഒരു മന്ത്രമായി തന്നെ പരാമർശിക്കാം. ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത് പോലും നിങ്ങൾക്ക് ഇപ്രകാരം സമർപ്പിക്കുവാൻ വിധി ഉള്ളതിനാൽ കൂടിയാണ്, അതിന് യോഗം ഉള്ളതിനാൽ കൂടിയാണ് എന്ന് പരാമർശിക്കാം. നിങ്ങൾ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവരാകാം, സാമ്പത്തിക പ്രയാസങ്ങൾ, മറ്റു വിഷമതകൾ അനുഭവിക്കുന്നവരാകാം. അതിനാൽ തീർച്ചയായും ഭഗവാന് ഇപ്രകാരം അവിൽ സമർപ്പിക്കുക. സുധാമാവ് ഭഗവാന് അവിൽ സമർപ്പിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് ഏവർക്കും അറിയാം. അത്തരത്തിൽ പലവിധ ഭാഗ്യാനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. എന്നാൽ മനസ്സറിഞ്ഞ് തന്നെ നിങ്ങൾ സമർപ്പിക്കണം. ഈ അവിൽ സമർപ്പണത്തിലൂടെ എനിക്ക് ലക്ഷങ്ങൾ, കോടികൾ കയ്യിൽ വരും, അപ്രകാരം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ സമർപ്പിക്കാൻ പാടുള്ളതല്ല. ഒരിക്കലും സുധാമാവ് അത്തരത്തിൽ ചിന്തിച്ചുകൊണ്ടല്ല ഭഗവാന് അവിൽ നൽകിയിട്ടുള്ളത്. ആ കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ പൂർണ്ണമായ ഭക്തിയോടെ, പ്രേമഭക്തിയോടെ ഭഗവാന് നിങ്ങൾ ഈ അവിൽ സമർപ്പിക്കുക. അത് ക്ഷേത്രത്തിലാണ് എങ്കിൽ ഏറ്റവും വിശേഷം. സാധിക്കുന്നില്ല, വിദേശത്തുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നാട്ടിലുള്ളവരാണ് എങ്കിലും നിങ്ങൾക്ക് ഇപ്രകാരമാണ് എങ്കിലും സമർപ്പിക്കാം. നാളെ ചെയ്യുവാൻ സാധിക്കുന്ന വിശേഷപ്പെട്ട കാര്യങ്ങളിൽ ചിലത് ഇപ്രകാരമാകുന്നു. നാളെ തീർച്ചയായും നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്താം. ഗുരുവായൂരിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്നു എങ്കിൽ മഹാഭാഗ്യമാണ്. ആ തിരുനടയിൽ എത്തുവാൻ സാധിക്കുന്നത് പോലും, ഭൂമിയിലെ വൈകുണ്ഠത്തിൽ എത്തുവാൻ സാധിക്കുന്നത് പോലും മഹാഭാഗ്യമാണ്. എന്നാൽ സാധിക്കുന്നില്ല എങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തണം. അത് കുടുംബസമേതം നടത്തുകയാണ് എങ്കിൽ അത്രമേൽ വിശേഷമാണ് എന്ന് നിസ്സംശയം പറയാം. നിങ്ങളുടെ സന്താനങ്ങളുടെ, നിങ്ങളുടെ കുടുംബത്തിലെ അവരുടെ ദുഃഖങ്ങൾ മാറുന്നതിന് ഉത്തമമാണ്. അതോടൊപ്പം ഒരു നെയ്വിളക്ക് വഴിപാട് കൂടി നിങ്ങൾ നടത്തുവാൻ ശ്രമിക്കണം. സാധിക്കുമെങ്കിൽ തൃക്കൈവെണ്ണ വഴിപാട് നടത്തുന്നത് ഉത്തമമാണ്. ഇനി ചെയ്യാൻ സാധിക്കുന്നത് ഭഗവാന്റെ വിശേഷപ്പെട്ടതായ മന്ത്രങ്ങൾ ജപിക്കുക എന്നുള്ളതാണ്. അതിരാവിലെ വിളക്ക് തെളിയിച്ചും സന്ധ്യാസമയത്ത് ജപിക്കുന്നതും ഏറ്റവും ഉത്തമമായ കാര്യം തന്നെയാണ്. അത് നിങ്ങളുടെ ഐശ്വര്യ വർധനവിന് സഹായകരമാണ്. മനസ്സിൽ അവ്യക്തതകളുണ്ട് എങ്കിൽ അത് തരണം ചെയ്യാൻ സാധിക്കും. ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളിൽ മാറ്റങ്ങൾ ജീവിതത്തിൽ പ്രകടമായി തുടങ്ങും എന്നതും വാസ്തവമാണ്. തീർച്ചയായും നിങ്ങൾക്ക് നാമമാണ് എങ്കിലും ജപിക്കാം. കൂടാതെ നാളെ അന്നദാനത്തിന്റെ ഭാഗമാകുന്നതും ഏറ്റവും ഉത്തമമാണ്. ഏവർക്കും അന്നദാനം നടത്തുവാൻ സാധിക്കണം എന്നില്ല. സാമ്പത്തിക സ്ഥിതി അപ്രകാരമായിരിക്കാം പലരുടെയും. അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം, നിങ്ങൾക്ക് സാധിക്കുന്നതായ ഒരു തുക, അത് ചെറിയ ഒരു തുകയാണ് എങ്കിലും, അതൊരു 50 രൂപയാണ് എങ്കിലും 10 രൂപയാണ് എങ്കിലും അന്നദാനത്തിനായി നിങ്ങൾ സമർപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് ഐശ്വര്യം നൽകും. തീർച്ചയായും ഏറ്റവും ശുഭമാറ്റങ്ങൾക്ക് അതൊരു തുടക്കമാകും എന്നുള്ളതാണ്. അതിനാൽ തീർച്ചയായും നിങ്ങൾ അന്നദാനത്തിന്റെ ഭാഗമാവുക. നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു തുക അന്നദാനത്തിനായി നൽകുക. തീർച്ചയായും ഈ കാര്യങ്ങൾ ഏവർക്കും വീടുകളിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ്. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുക. ഭഗവാൻ നിങ്ങളെ കൈവിടില്ല എന്ന കാര്യം നിസ്സംശയം പറയാം.